വളരെ ഫ്രഷായിട്ടുള്ള ഒരു ഇരവാദം കേട്ടതാണ് ഈ സിനിമയൊന്ന് കണ്ടു നോക്കാൻ ശ്രമിക്കുന്നത്. നാദൃശയാണ് എൻ്റെ സിനിമ നശിപ്പിക്കുന്നതെന്ന് വിളിച്ചു കൂവുന്നത്. നമ്മുടെ പേട്ടൻ്റെ ലൈൻ, ഇതുവരെ നേരം വെളുത്തിട്ടില്ല, ഇവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അറ്റൻഷൻ കിട്ടാൻ ഈയിടെ ബസ്സിൽ നടന്ന സംഭവം ഒക്കെ എടുത്ത് പ്രൊമോ ആക്കിയിരുന്നു. ശേഷം നാദ് ഖൈലിമിനാറ്റിയോ എന്ന പെയ്ഡ് പ്രൊമോഷനും എങ്ങനെയിരിക്കുന്നു. കാണാൻ ആളില്ലാഞ്ഞിട്ട് ബുദ്ധിമുട്ടിയാണ് സിനിമ ഇടുന്നത്. സിനിമ തുടങ്ങി. കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ പാർട്ട് 2 തന്നെ. ചിരപരിചിതമായ സന്ദർഭങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി. വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്തോ പ്രശ്നമുണ്ട്, അത് കാണിക്കുന്നില്ല. തേപ്പ്, പണിയില്ലായ്മ, ലവ്, ക്ലീഷേ, ക്രിഞ്ച് ഒക്കെ ആണെങ്കിലും കുറച്ചൊക്കെ കണ്ടിരിക്കാം. പിന്നെ കോമഡി സ്ഥിരം സ്കിറ്റ്, കൗണ്ടറടി പരിപാടിയാണ്. ആ ടൈപ്പ് ആസ്വദിക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ലായിരിക്കും. വിഷ്ണുവിനെ ഒരു പെൺകുട്ടി തേച്ചു എന്നൊക്കെ എന്തടിസ്ഥാനത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലായില്ല. ഇവനേ ഒരു തോൽവി, ഇഷ്ടം പോലും പറഞ്ഞിട്ടില്ല, എന്നാലും പോയപ്പോൾ തേപ്പ്. പിന്നെ കൊള്ളാവുന്ന ഒരു നായിക വരും, അതിനെ കണ്ടുകൊണ്ടിരിക്കാം. ഒരു എക്സ്ട്രീം ഇൻട്രോവേർട്ടിനെയാണ് കാണിക്കുന്നത്, അവിടെയൊക്കെ കൊള്ളാം. ബട്ട് അതുമല്ല കഥ. ജാതി, മതം, ദുരഭിമാനം ഇത് അവതരിപ്പിക്കാൻ നോക്കി വിഷയം കയ്യിൽ നിന്ന് പോയി. വിഷ്ണുവിനെ മാനസികമായി തകർക്കുന്ന ഒരു വലിയ പ്രശ്നം ട്വിസ്റ്റായി അവതരിപ്പിച്ചു. ഒട്ടും കൺവിൻസിങ് എന്നല്ല, എണീറ്റ് പോകാനാണ് തോന്നിയത്. ശേഷം എന്തോ ബിസിനസ് പണി നായകനും നായികയും സെറ്റിലാകുന്നു. തേച്ചവൾ ഇവനെ അസൂയയോടെ നോക്കുന്നു. ഇവിടുത്തെ പ്രശ്നം എന്നാന്ന് വെച്ചാൽ, എന്താണ് പറഞ്ഞു വന്ന വിഷയം? എന്താണ് പറയാൻ പോകുന്നത്? ഇതൊക്കെ 2026 വർഷം. 15 വിചാരിച്ചു. സോറി, വർഷമൊന്ന് മാറിപ്പോയി. ഇങ്ങനെയൊക്കെയാണ് സിനിമയുടെ അവസ്ഥ. സിനിമ കൊള്ളില്ല എന്ന ഒറ്റ ചെറിയ കാരണത്തിനാണ് ആളുകൾ നെഗറ്റീവ് പറഞ്ഞത്. നിങ്ങൾ പറ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ? കൊള്ളില്ലെങ്കിൽ വാപത്തിയിരിക്കാൻ ടിക്കറ്റ് ചുമ്മാ ഇരുന്നല്ലോ. ഇങ്ങനൊരു പടം ഇറങ്ങിയത് പോലും പലരും അറിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഇതിനെ ടാർഗറ്റ് ചെയ്യുന്നത്.